ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഒരിക്കൽ ശ്രീബുദ്ധനും ശിഷ്യന്മാരും ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. വഴിവക്കിൽ ഒരാൾ ശ്രീബുദ്ധനെ പരിഹസിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം അതൊന്നും കേൾക്കാത്ത മട്ടിൽ നടന്നുപോയി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ശിഷ്യൻ ശ്രീബുദ്ധനോട് ചോദിച്ചു, ഗുരു, അദ്ദേഹം അങ്ങയെ ചീത്ത പറഞ്ഞപ്പോൾ, പരിഹസിച്ചപ്പോൾ അങ്ങയുടെ മനസ്സിൽ എന്താണ് തോന്നിയത്? അപ്പോൾ ശ്രീബുദ്ധൻ ആ ശിഷ്യനോട് ചോദിച്ചു, ഒരാൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. മറ്റൊരാൾ ഒരു പൊതിയുമായി വന്ന് ഈ വഴിപോക്കനെ പൊതി നീട്ടുന്നു. മനോഹരമായ ഒരു പൊതിയാണ്, പക്ഷെ അതിനുള്ളിൽ ചീഞ്ഞളിഞ്ഞ മലിന വസ്തുക്കളാണുള്ളത്. വഴിപോക്കൻ ആ പൊതി സ്വീകരിക്കാതെ നടന്നുപോയി. അങ്ങനെയാണെങ്കിൽ ആ പൊതി ഇപ്പോൾ ആരുടെ കയ്യിലാണുള്ളത്? ശിഷ്യൻ പറഞ്ഞു, ഗുരു, അത് കൊണ്ടുവന്ന ആളുടെ കയ്യിൽ തന്നെ. ശരി. അങ്ങനെ ഇതുപോലെ ഒരാൾ നമ്മെ ചീത്ത പറയുന്നു, നമ്മെ അനാവശ്യമായി പരിഹസിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് എടുക്കുന്നില്ലെങ്കിൽ ആ വാക്കുകൾ ഇപ്പോൾ എവിടെയാണുള്ളത്? ശിഷ്യൻ പറഞ്ഞു, ആ പറയുന്ന ആളുടെ കയ്യിൽ തന്നെ, ആ പറയുന്ന ആളിൽ തന്നെ. ശ്രീബുദ്ധൻ തന്റെ ശിഷ്യനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, തീർച്ചയായും. വലിയ നല്ലൊരു മനോഭാവമാണിത്. ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ജോലിക്കിടയിലും മറ്റുമൊക്കെ നമുക്ക് ഇതുപോലുള്ള പരിഹാസങ്ങളും ചീത്ത പറച്ചിലും അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങളും ഒക്കെ വളരെയധികം നമുക്ക് നേരിടേണ്ടി വരാറുണ്ട്. ഇങ്ങനെ ആ വാക്കുകളെ ഇങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കയറ്റുന്നില്ലെങ്കിൽ നമ്മൾക്ക് എന്തുമാത്രം ആശ്വാസമായിരിക്കും. ഇങ്ങനെ ഒരു മനോഭാവം നമുക്ക് എല്ലാവർക്കും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.